ഹായ്, എല്ലാവർക്കും അവർ ജെനു വ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എവിടേക്ക് പോണത്? ഇന്ന് നമ്മൾ സാധാരണ പറയണ പോലെ ഇന്ന് നമ്മൾ പോകുന്നൊരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ്. ഹൈദരാബാദ്. അതൊരു 4 ദിവസത്തെ ട്രിപ്പാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഹൈദരാബാദ് ടൂറായിട്ടല്ല കേട്ടോ, ജോലി അവിടെയാണ്. അപ്പോൾ കൊണ്ടുപോകാം, മകളെ കൊണ്ടാക്കാൻ പോകുന്നു ഹൈദരാബാദ് വരെ. ഇന്ന് ഞങ്ങൾ ബൈ റോഡ് മറ്റേ കാറിലല്ല പോകുന്നത്, ബസ്സിലാണ്, കല്ലട ബസ്സിൽ. അപ്പോൾ അത് 5:15 ബസ് വരിക മണ്ണുത്തി ബൈപ്പാസിൽ. അപ്പോൾ 5:30 ഞങ്ങൾ അവിടുത്തെ ബസ് സ്റ്റാർട്ടാക്കും. നാളെ ഏകദേശം ഒരു 11 മണിക്ക് അവിടെ എത്തും. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ, പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങൾ വഴി പറയാം അല്ലേ? ഓക്കെ. ഞങ്ങൾ കാറിലല്ല കേട്ടോ, ബസ്സിലാണ് പോകുന്നത്, കല്ലടയുടെ ബസ്സിൽ. അപ്പോൾ ഞങ്ങൾ 5:15 ബസ് വരിക, 5:30 അവിടെ പുറപ്പെടും. മണ്ണുത്തി ബൈപ്പാസ് റോഡിൽ പോകണം. ഇവിടെ ഞങ്ങൾക്കൊരു 15 മിനിറ്റ് ദൂരമുള്ളൂ മണ്ണുത്തി ബൈപ്പാസിലേക്ക്. അപ്പോൾ ആന്ധ്രാപ്രദേശിലെ തെലുങ്കാനയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളൊക്കെ വഴി പറയാം. ഓക്കെ. അങ്ങനെ നമ്മുടെ ബസ് എത്തിയിട്ടാ, കല്ലട. ഇതാണ് നമ്മൾ പോകുന്ന ബസ്, കല്ലട ഹൈദരാബാദ്. ഞങ്ങൾ കയറാൻ പോട്ടെ ബസ്സിൽ. ബസ് കറക്റ്റ് സമയത്തിന് തന്നെ എത്തിയിട്ടാ, 5:30 മണ്ണുത്തി ബൈപ്പാസിൽ. ഞങ്ങൾ ബസ്സിൻ്റെ ഉൾവശം മണ്ണുത്തി ബൈപ്പാസിലാണ് ഞങ്ങൾ കയറിയത്. അടുത്ത സ്റ്റോപ്പ് എവിടെയെന്ന് അറിയില്ല. നാളെ 12 മണിക്കാണ് എത്തുക. ഏകദേശം 1000 സംതിങ് കിലോമീറ്റർ ഉണ്ട് തൃശ്ശൂർ ടു ഹൈദരാബാദ്. സ്ലീപ്പറിൽ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു, AC സ്ലീപ്പർ. 3 പേരുള്ളത്. എൻ്റെ വൈഫും മകളും ഈ മുന്നിലുള്ള ബർത്ത് കിടക്കുന്നത് കറക്റ്റ് മർച്ചയിൽ. ഇപ്പം ഞങ്ങൾ ഓൾറെഡി വാളയാർ എത്തിയിട്ടോ, വാളയാർ. ജസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാണ് ബസ്, ഒരു 10 മിനിറ്റ്. ഇനി അടുത്ത സ്റ്റോപ്പ് ഡിന്നറിന് വേണ്ടി 2 മണിക്കൂർ ശേഷം. ഇതാണ് കേട്ടോ ബസ്സിൻ്റെ ഉൾവശം. സ്ലീപ്പർ കോച്ചാണ് കേട്ടോ. ഇപ്പോൾ ഈ ബസ് ഇവിടെ 20 മിനിറ്റ് നിർത്തിയിട്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് കല്ലട ബസ്. ഇത് ഏകദേശം കോയമ്പത്തൂരിൽ നിന്നൊരു 100-150 കിലോമീറ്റർ ഉണ്ട്. 150 കിലോമീറ്റർ എന്ന് പറഞ്ഞത് കറക്റ്റ് സ്ഥലത്തിൻ്റെ പേര് അറിയില്ല, വേറെ ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല. ഇതാണ് നമ്മളുടെ ബസ്, കല്ലട. തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ ഒരു ബസ് വരുന്നുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. ഞങ്ങളിപ്പോൾ ഓൾറെഡി ആന്ധ്രാപ്രദേശിലാണ്. ഇവിടുന്ന് 4 മണിക്കൂർ കൂടി ഉണ്ട് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക്. അത് ഹൈദരാബാദ്, തെലുങ്കാന. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയാണ്. ഒരു കുറേ സ്പോട്ടുണ്ട് ബസ്സുകാർക്ക്. അയാൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇവിടെ 4 മണിക്കൂറത്തെ ജേർണി കൂടിയിട്ട്. ഇതാണ് ഞങ്ങളുടെ അടുത്തുള്ള ഹോട്ടല്, ഗ്രാൻഡ് വിറ്റ. കുഴപ്പമില്ല, നല്ല ഫെസിലിറ്റീസ് കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ല. തൊട്ടപ്പുറത്ത് നല്ല ഹോട്ടലൊക്കെ ഉണ്ട്. ഞങ്ങൾ യൂബർ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, ചാർമിനാർ അടുത്ത് പോകാൻ വേണ്ടി. ഞങ്ങളിപ്പോൾ വന്ന് നിൽക്കുന്ന സ്ഥലം ചാർമിനാറിൻ്റെ കവാടത്തിലാണ് കേട്ടോ, ഹൈദരാബാദ്. ഞങ്ങളിതിൻ്റെ ഉള്ളിൽ പോയി നിൽക്കുന്നത്. ഭയങ്കര തിരക്കാണ്. വലിയ വലിയ കുഞ്ചലുണ്ടാവും. വേണ്ട.
കഴിച്ച് കഴിഞ്ഞിട്ട് പകുതിയുടെ കുറച്ചുകൂടെ കഴിച്ചു. തത്തമാരെ എന്ത് പറയണോ? അത് ഞങ്ങൾ പുറത്തൊക്കെ പോയി വന്നു, ചാർമിനാറൊക്കെ കണ്ടു വന്നു. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വെൽക്കം ബാക്ക് അവർ ജേണി വ്ളോഗ്. ഞങ്ങൾ ഇന്ന് ഹൈദരാബാദിൽ നിന്ന് തിരിച്ച് നാട്ടിൽ പോവാണ്. മോളപ്പോൾ ഹോസ്റ്റലിലൊക്കെ കൊണ്ടാക്കി. നമുക്ക് ഹോസ്റ്റലിൽ ഇന്നലെ രാത്രി പോയിട്ട് ലഗേജ് അവളെ സാധനങ്ങളൊക്കെ ആക്കിയിട്ട് അവളെ ഞങ്ങൾ കൊണ്ടുവന്നിട്ട് ഇന്ന് കാലത്തൊരു കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോകും. ഞങ്ങളുടെ ബസ് ടൈം 2:50 ഓറഞ്ച് ബസ്സാണ്. അപ്പോൾ ഞങ്ങൾ ചെക്കൗട്ട് കഴിഞ്ഞു. ഇനി ഭക്ഷണം കഴിക്കാൻ പോകണം. നല്ലൊരു ഹോട്ടലുണ്ട്, ഓപ്പോസിറ്റ് നല്ല ഹോട്ടലുണ്ട്. ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം ഇരുന്ന് ഞങ്ങൾക്ക് ബസ്സിൽ കയറേണ്ട സ്ഥലത്തേക്ക് കൊണ്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ദൂരമുള്ളൂ. അപ്പോൾ 2:55 ബസ്. അപ്പോൾ ഇനി പോകുന്ന വിശേഷങ്ങൾ വഴിയെ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും ഭക്ഷണം കഴിക്കാൻ വന്നേക്കാണ്. 3 ദിവസമായിട്ട് നമ്മൾ അടുപ്പിച്ച് ഒരേ ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. നല്ല ഫുഡാണ്, നല്ല ഫുഡ് തന്നെയാണ്. നല്ല ഫുഡ് എടുത്ത് പറയാൻ തന്നെയാണ്. നല്ലൊരു എന്താ പറയുക, ഒരു നല്ല കംഫർട്ട്. അതായത് നമ്മൾ ഈ ഒരു ഒറ്റ ഹോട്ടൽ തന്നെ 3 ദിവസം നിന്നിട്ട് ഭക്ഷണം കഴിച്ചത്. കാരണം അത്ര നല്ല ഭക്ഷണം. നോണും ഉണ്ട്, വെയിറ്റേഴ്സും ഉണ്ട്. ഇവിടുത്തെ പ്രത്യേകത ഈ ഹോട്ടൽ 12 മണിക്ക് ഓപ്പൺ ചെയ്യാം. രാത്രി 12 മണി. അപ്പോൾ 11 മണി വരെ 12 തൊട്ട് ഡെയിലി 12 തൊട്ട് രാത്രി 12 വരെ ബെസ്റ്റ് ഫുഡ് ഹോട്ടൽ. നോണുണ്ട്, അവരി നോൺ വെജും ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഇവിടുത്തെ ലാസ്റ്റ് ഫുഡാണ്. ഞങ്ങൾ ഇവിടുന്ന് ഇതിൽ പോകും, യൂബർ ബുക്ക് ചെയ്യണം. ഒരു 1:30 ഇവിടുന്ന് ഒരു നേരത്തെ പറഞ്ഞ 10 മിനിറ്റ് ദൂരമുള്ളൂ നമ്മുടെ ബസ്സിൻ്റെ ദൂരത്തേക്ക്. ടൈം കുറച്ച് അവിടെ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ ബാക്കി വിശേഷങ്ങൾക്ക് വഴി ഓരോന്നായിട്ട് പറയാം. ഞങ്ങൾ എങ്ങനെ ബസ്സിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിങ്ങിലാണ്. ബസ് പറയാമെന്ന് പറഞ്ഞ സ്പോട്ട് ബജാജ് ഇലക്ട്രോണിക്, നമ്മുടെ എന്താ പറയുക, ഓപ്പോസിറ്റ് ബജാജ് ഇലക്ട്രോണിക്. നമുക്ക് വെയിറ്റ് ചെയ്യുന്ന സ്ഥലം ബാങ്ക് ഓഫ് ബറോഡ. തൊട്ട് മുന്നിന് ബജാജ് ഇലക്ട്രോണിക്സ് വിളിച്ചു, അപ്പോൾ ഒരു 2:50 പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു കുറച്ച് നേരത്തെ 1/2 മണിക്കൂർ 3/4 മണിക്കൂർ നേരത്തെ ഇറങ്ങി. കാരണം വെച്ചാൽ നമ്മളും ഇവിടെ നാടല്ല, വേറെ നാടാണ്. അപ്പോൾ നമ്മളിപ്പോഴും 1/2 മണിക്കൂർ മുന്നേ അല്ലെങ്കിൽ 1 മണിക്കൂർ മുന്നേ ഇറങ്ങുന്നതാണ്. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ ബസ്സിൽ കയറിയിട്ട് സ്ഥലങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഹൈദരാബാദ് മീൻസ് ഞങ്ങൾ വന്നിട്ട് തെലുങ്കാനയാണ്. അധികം കാണാനുള്ള സ്ഥലം ഔട്ട് ഓഫ് സിറ്റിയാണ്. പിന്നെ സിറ്റി വലിയ സിറ്റി ഒന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾ ഹൈദരാബാദ് തൃശ്ശൂർക്ക് പുറപ്പെട്ട ബസ് ഇതാണ് കേട്ടോ, ഓറഞ്ച്. ഈ നോയിഡ രജിസ്ട്രേഷനാണ്, നോയിഡ. ഇത് ഈ വണ്ടികളൊക്കെ ആന്ധ്രാപ്രദേശുകാരാണ് പറഞ്ഞ കേട്ടോ, ഓറഞ്ച്. കറക്റ്റ് അറിയില്ല. നല്ല സ്ലീപ്പർ ബസ്സാണ്, നല്ല കംഫർട്ടുള്ള ബസ്സാണ്. ഞങ്ങൾ ഹൈദരാബാദിൽ കയറി 2 മണിക്കൂർ ശേഷം ഒരു ടീ ബ്രേക്കിന് വേണ്ടി നിർത്തി. ഞങ്ങൾ ഇവിടെ ഒരു യാസിൻ്റെ വണ്ടി ഒന്ന് കിടക്കുന്നുണ്ട്. ഇത് പോണ്ടിച്ചേരി രജിസ്ട്രേഷനാണ്. ഇത് എവിടെ വരുന്നത് അറിയില്ല, തമിഴ്നാട്ടിലാണോ കേരളത്തിലാണോ അറിയില്ല. പക്ഷേ ഇവിടെ കേരളത്തിലേക്ക് യാസിൻ്റെ വണ്ടി വരുന്നുണ്ട്. അവർ 2ാമത്തെ വണ്ടി ഇതേ അവിടെ നിന്ന് തിരിച്ച് റിട്ടേൺ ചെയ്ത് വരുന്നുണ്ട്. അടിപൊളി ബസ്സാണ് കേട്ടോ. നമ്മുടെ കേരളത്തിൽ വരുന്ന വണ്ടികൾ അത്ര പോരാ. അന്യ സംസ്ഥാനത്ത് വരുന്ന വണ്ടികൾ അടിപൊളി വണ്ടികൾ. അടിപൊളി വണ്ടിയാണ് ഗ്യാസ്. ഞങ്ങൾ തിരിച്ചു പോകുന്നത് ഓറഞ്ച് ബസ്സിലാണെന്ന് പറഞ്ഞിരുന്നു. ഈ ബസ്സിൻ്റെ ഉള്ളിൽ ബസ് കേട്ടോ. ഈ ബസ് അടിപൊളി ബസ് കേട്ടോ, ഓറഞ്ച്. നല്ല സൗകര്യങ്ങളാണ്. ഇത് സിംഗിൾ ബർത്താണ്. എല്ലാവരും ഭക്ഷണമാക്കി പോയപ്പോൾ അതേ ഞങ്ങളുടെ ബർത്ത്. ഇത് എൻ്റെ വൈഫോട്ട് ഇങ്ങനെ ഇരുത്തിരിക്കുന്നത്. എന്തൊക്കെ ചവയ്ക്കേണ്ടി ഇരുന്നിട്ട് ഹോട്ടലത്തെ ഭക്ഷണങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കാരണം നമ്മൾ പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശുകാരും വൃത്തി കുറവുള്ള കാര്യം പറയാമല്ലോ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, കുറച്ച് ബിസ്ക്കറ്റ് വാങ്ങിച്ചു, 2 ജ്യൂസ് വാങ്ങിച്ചു. ആളെ കാണാൻ അപ്പം അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇന്ന് രാത്രി ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. വണ്ടി അടിപൊളി വണ്ടിയാണ്. കല്ലാടൻ്റെ വണ്ടി അവിടെ വന്ന് കിടക്കുന്നുണ്ട്, അതും അടിപൊളി വണ്ടിയാണ്. ഇവിടെ ഒരു യാസിൻ്റെ വണ്ടി ഒന്ന് കിടക്കുന്നുണ്ട്. ഇത് പോണ്ടിച്ചേരി രജിസ്ട്രേഷനാണ്. ഇത് എവിടെ വരുന്നത് അറിയില്ല, തമിഴ്നാട്ടിലാണോ കേരളത്തിലാണോ അറിയില്ല. പക്ഷേ ഇവിടെ കേരളത്തിലേക്ക് യാസിൻ്റെ വണ്ടി വരുന്നുണ്ട്. അവർ 2ാമത്തെ വണ്ടി ഇതേ അവിടെ നിന്ന് തിരിച്ച് റിട്ടേൺ ചെയ്ത് വരുന്നുണ്ട്. അടിപൊളി ബസ്സാണ് കേട്ടോ. നമ്മുടെ കേരളത്തിൽ വരുന്ന വണ്ടികൾ അത്ര പോരാ. അന്യ സംസ്ഥാനത്ത് വരുന്ന വണ്ടികൾ അടിപൊളി വണ്ടികൾ.
അടിപൊളി വണ്ടിയാ ഗ്യാസ്. ഞങ്ങൾ കോയമ്പത്തൂർ കഴിഞ്ഞിട്ടാ. അപ്പോൾ പോകുമ്പോഴേക്ക് കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. വണ്ടിയിലോട്ട് നിന്നിട്ട് വണ്ടിക്ക് നിർത്താൻ ചില സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ, അവിടെ മാത്രമേ നിർത്തുള്ളൂ. വീഡിയോ എടുക്കുന്നതിന് ചില ഡിസ്റ്റർബൻസ് ഉണ്ട്, അറിയില്ല, സോറി. ഇതിപ്പോൾ ഏതൊരു ടോൾ പ്ലാസയാണ്. നല്ല പച്ചപ്പുള്ള ഏരിയ ഈ ഭാഗങ്ങളിൽ. നല്ല പച്ചപ്പും കുന്നും മലകളും. നമ്മൾ തമിഴ്നാടൊക്കെ കഴിഞ്ഞ് കേരളത്തിലേക്ക് കയറിയിട്ടാ. കോയമ്പത്തൂർ പാലക്കാടൊക്കെ കഴിഞ്ഞ് പന്നിയങ്കര ടോൾ ജസ്റ്റ് ഇപ്പോൾ ക്രോസ് ചെയ്തുള്ളൂ. ഇവിടുത്തെ ഒരു 40 മിനിറ്റ് ദൂരം കൊണ്ടുള്ളൂ ഞങ്ങൾക്ക്. ബൈപ്പാസും പണ്ടുത്തി ബൈപ്പാസിൽ ഞങ്ങൾക്ക് ഇറങ്ങാം. ഇത് കൊച്ചിക്ക് പോകുന്ന ബസ്സാണ്. ഇപ്പോൾ ഒരുവിധം ഈ സംസ്ഥാന ബസ്സുകളൊക്കെ ഹൈവേയിലാണ് ആൾക്കാരെ ഡ്രോപ്പ് ചെയ്യുക. പിക്ക് ആൻഡ് ഡ്രോപ്പൊക്കെ ഹൈവേയിലായിരിക്കും. നൈറ്റാണെങ്കിൽ അവർ ടൗണിലേക്ക് പോകും. അങ്ങനെ നമുക്ക് കുതിരാൻ ടണലുള്ളത്. അത് തറയിട്ടില്ല. ആ മണ്ണത്തേക്ക് കുറച്ച് മുന്നെയാണ്. അപ്പോൾ ടണലും കൂടി എടുത്തിട്ടാണ് വേണം വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ. സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. കുതിരാൻ ടണലിൻ്റെ ഉള്ളിൽ കൂടി ഇപ്പോൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഫസ്റ്റാണ് ഈ കുതിരാൻ ടണലിൻ്റെ ഉള്ളിൽ കൂടെ പോണത്. ഒരു ദിവസം വന്നിട്ട് ഇവിടെ വീഡിയോ എടുക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് എത്ര കിലോമീറ്റർ കറക്റ്റ് അറിയില്ല. തോന്നുന്നു 1 കിലോമീറ്ററോളം കൂടുതലുണ്ട് സംശയമുണ്ട്. എൻ്ററുള്ള സ്ഥലത്ത് എനിക്ക് നോട്ട് ചെയ്യാൻ പറ്റിയില്ല. കുഴപ്പമില്ല, നമുക്ക് ഗൂഗിൾ അടിച്ച് നോക്കി അറിയാം. ഏകദേശം 1ൻ്റെ മുകളിലുണ്ടെന്നായിരുന്നു. ഇതാണ് ലാസ്റ്റ് വലിയ മലകൾ തുറന്നുണ്ടാക്കിയ ഒരു ടണലാണിത്. ഇതാണ് കുതിരാൻ ടണൽ. നല്ല പച്ചപ്പുള്ള ഏരിയ ഈ ഭാഗങ്ങളൊക്കെ. ചെറിയ ചെറിയ കുന്നുകളും തെങ്ങും തോപ്പുകളും കാണാൻ എന്തൊരു ഭംഗിയാ നോക്കി. വൈഫ് കിടന്ന് ഉറങ്ങാണ്. അപ്പോൾ സമയമാകുമ്പോൾ വിളിക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകണം കേട്ടോ. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇതൊരു ഞങ്ങളുടെ 4 ദിവസത്തെ ഹൈദരാബാദ് ട്രിപ്പാണ്. അത് നേരത്തെ പറഞ്ഞ ടൂറായിട്ട് പോയതല്ല. അപ്പോൾ ഈ ബസ്സിൻ്റെ ഉള്ളിൽ വെച്ചാണ്. അപ്പോൾ എൻ്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സപ്പോർട്ട് വേണം. അങ്ങോട്ടൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ബൈ.